ഹായ് മക്കളെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇവിടെയുള്ള പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, ഭയങ്കര ഹൈ ആണല്ലോ എന്ന്. ഞാൻ പറയാറുള്ള ഒരൊറ്റ റീസണേ ഉള്ളൂ, അത് നമ്മുടെ ജെഇ റിസൾട്ട് ആണെന്നുള്ളത്. മക്കളെ, ഞങ്ങളുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ വർഷമാണ് ഞങ്ങൾ ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററും തുടങ്ങുന്ന ആദ്യ വർഷം എന്താണ്, അവർ പ്രധാനമായിട്ടും 2 ചലഞ്ചുകൾ നേരിടും. അതെന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അതായത് കഴിഞ്ഞ വർഷം ഏകദേശം 29 കുട്ടികൾക്കാണ് +1 +2 സയൻസിൽ ഫുൾ മാർക്ക് എജ്യൂപോർട്ടിൻ്റെ കൂടെ പഠിച്ചിട്ട് കിട്ടിയത്. ആ 29 കുട്ടികളെ ഞങ്ങളുടെ റിപ്പീറ്റർ ബാച്ചിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ ആകെ ഒരാളെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും സാറേ എനിക്ക് വരാൻ താല്പര്യമുണ്ട്, പക്ഷെ പാരൻസിന് പേടിയാണ്, നിങ്ങൾ ആദ്യത്തെ വർഷമല്ലേ, റിസ്ക് എടുക്കണ്ട എന്നുള്ളത്. അത് തികച്ചും ന്യായമായിട്ടുള്ള റീസൺ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് +1 +2 പോലെ അല്ലല്ലോ. കുട്ടികൾ അവരുടെ വിലപ്പെട്ട ഒരു വർഷം സാക്രിഫൈസ് ചെയ്ത് എത്രയോ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മിക്ക കുട്ടികളും പോയത് വേറെ പല കോച്ചിങ് സെൻ്ററിലാണ്. അതായത് ആദ്യത്തെ വർഷം ഏത് സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും നല്ല മിടുക്കരായ കുട്ടികളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടിയ മുഴുവൻ എന്താണ്, ആവറേജും എവോ ആവറേജും കുട്ടികളിൽ നിന്നാണെന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇപ്പം 98.5% കിട്ടിയ നമ്മുടെ അൻസിലുണ്ട്. അവന് 10ാം ക്ലാസ്സിലാകെ 8 A ഉള്ളൂ. 8 A കിട്ടിയിട്ട് ഈ ഒരു പെർസെൻറ്റേജിൽ കിട്ടിയ വേറൊരു കുട്ടിയൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ നമ്മൾ നേരിടുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മൾ ആകെ 800 കുട്ടികളാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തത്. പക്ഷെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതോ 10,000-ഉം 20,000 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളുമായിട്ടാണ്. അപ്പം ആ ഒരു പോയിന്റിൽ എന്താ, ഈ നമ്പർ ഇങ്ങനെ കാണുമ്പോൾ എന്താ ചിലപ്പോൾ നമുക്ക് വെക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഈ 800 കുട്ടികൾക്ക് ഏറ്റവും നല്ല കെയർ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 800 കുട്ടികളിൽ നിന്നും 150ന്റെ മുകളിൽ കുട്ടികൾക്കാണ് 90% മുകളിലെത്തിയത്. ആൻഡ് ഇവരൊക്കെ എന്താണ്, phase 2 കൂടെ കഴിയുന്നതോടുകൂടി NITയിൽ മിനിമം എന്താണ്, അവരെല്ലാവരും എത്തും. അപ്പോൾ എന്താണ് ഇവിടെ എജ്യൂപോർട്ടിൽ നടന്ന മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ്. കാരണം ഓരോ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എന്താണ്, ആ സബ്ജക്റ്റ് എടുക്കാൻ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ്. ആൻഡ് ഈ ടീച്ചേഴ്സ് തന്നെയാണ് മുഴുവൻ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്സിൽ ഷിനാസ്, അതേപോലെ തന്നെ എന്താണ് മാത്സിൽ നിഷാദ്, കെമിസ്ട്രിയിൽ ഷെഫിനൊക്കെ എന്താണ്, ഇവർ IIT മദ്രാസിൽ NIT കാലിക്കറ്റിലൊക്കെ പഠിച്ചാണ്. എനിക്കൊന്ന് ഷിനാസിൻ്റെയും നിഷാദിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ജെഇ അഡ്വാൻസിൽ ഓൾ ഇന്ത്യ റാങ്ക് അറൗണ്ട് 1000 വരുന്നത്. അപ്പം ആ ലെവലിലുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് എല്ലാ ടീച്ചേഴ്സും ഈ ടീച്ചേഴ്സ് തന്നെയാണ് എല്ലാ ക്ലാസ്സുകളിലും കയറുന്നത്. പല സ്ഥാപനങ്ങളും എന്താ, ടോപ്പ് ബാച്ചിൽ നല്ല ടീച്ചേഴ്സ്, എല്ലാത്തിലൊക്കെ എന്തായിരിക്കും ആവറേജ് പുതിയ വരുന്ന ടീച്ചേഴ്സൊക്കെ. നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ പോയ കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഞങ്ങളുടെ റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ തന്നെയായിരിക്കും. മക്കളെ, എജ്യൂപോർട്ടിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഈ നീറ്റും ജെഇ ഒക്കെ ക്ലിയർ ചെയ്ത് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ എൻട്രൻസ് പഠിക്കുന്ന സമയത്ത് അതിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിപ്പീറ്റർ ബാച്ച് ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചതാണ്. ഞങ്ങൾക്ക് അത് സോൾവ് ചെയ്യണം എന്നുള്ളത് അത്രക്കും നിർബന്ധമായിരുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയൺമെൻറ്റ് കൊണ്ടുവരാൻ ഞങ്ങളുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോസ്റ്റലും ക്ലാസ് റൂമും തമ്മിൽ ദൂരമാണ്. അതായത് നിങ്ങൾ ശരിക്കും ഒരു ക്യാമ്പസിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ഒരൊറ്റ ഗേൾസ് ഹോസ്റ്റൽ ഒഴിച്ച് ബാക്കി മുഴുവൻ ഹോസ്റ്റലുകളും എന്താണ്, നിങ്ങളെ ക്ലാസ് റൂമിൽ നിന്നും 5 മിനിറ്റ് നടന്നെത്താവുന്ന ദൂരത്തിലാണ്. ഹോസ്റ്റലിൽ നേരെ ഇറങ്ങിയാൽ നിങ്ങളെ ക്ലാസ് റൂമാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ബെനിഫിറ്റ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മിക്ക സെൻറ്ററുകളുടെയും ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ് റൂമിലേക്ക് ഏകദേശം എന്താണ്, ഒരു അരമണിക്കൂർ ഏറ്റവും മിനിമം എന്തുണ്ട്, യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ എന്താണ് കുട്ടികൾക്ക് യാത്രക്ക് മാത്രം പോകും. ക്ഷീണം, കാര്യങ്ങൾ, ബസ് വെയിറ്റ് ചെയ്യുന്ന സമയം ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. 200 ദിവസമാണ് നിങ്ങളുടെ ക്ലാസ് എങ്കിൽ ഓൾമോസ്റ്റ് 200 ഹവേഴ്സ് നിങ്ങൾക്ക് യാത്രയിൽ മാത്രം പോകും. ആൻഡ് ഒരു ദിവസം നിങ്ങളൊരു 5 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 200 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 40 ദിവസത്തെ 40 days സ്റ്റഡി ടൈമാണ്. ആൻഡ് ഒരു 40 ദിവസത്തെ സ്റ്റഡി ടൈം നിങ്ങൾക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ, നിങ്ങളുടെ പെർസെൻറ്റേജിലും റാങ്കുകളൊക്കെ ഒരുപാട് താഴോട്ടേക്ക് പോകും. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ക്യാമ്പസിൽ ഏറ്റവും മികച്ച ഭക്ഷണമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ AC ക്ലാസ് റൂമുകളൊക്കെ കേരളത്തിലെ പല സെൻറ്ററുകളിലും ഉണ്ടാവും. പക്ഷേ AC സ്റ്റഡി ഹാളുള്ള സെൻറ്റർ എൻ്റെ അറിവിൽ എജ്യൂപോർട്ട് മാത്രമാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിൽ ക്യൂബിക്കിൾ തിരിച്ചിട്ടാണ് ഞങ്ങളുടെ സ്റ്റഡി ഹാളും കാര്യങ്ങളും എന്തുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ആൻഡ് അത് ഉറപ്പായിട്ടും എന്താണ്, ഈ കുട്ടികളുടെ പെർസെൻറ്റേജിൽ ഇങ്ങനെ കൂട്ടുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും.
ഈ മൂന്നാമത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാജിക്കാണ് നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ അഡാപ്റ്റ് എന്ന് പറയുന്നത്. മക്കളെ, ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം റിപ്പീറ്റർ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു ടെക്നോളജി എങ്ങനെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡഡ് വീഡിയോ കൊടുത്തിട്ട് കുട്ടികൾ അത് പഠിച്ച് കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിൽ വരട്ടെ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ഒരു ദിവസം എന്താണ് 5-6 മണിക്കൂർ കുട്ടികൾ വീഡിയോ കാണേണ്ടി വരും. 6 മണിക്കൂർ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 സിനിമ കാണുന്ന തുല്യത. അതിപ്പോൾ എത്ര സൂപ്പർ ഹിറ്റ് കോമഡി ഫിലിം ആണെങ്കിലും 3 സിനിമ ഒരു ദിവസം കാണുന്നത് എന്നെ കൊണ്ട് പറ്റൂല. അതും ഡെയിലി ഒരു 200 ദിവസം നിങ്ങൾ കാണുന്നെന്ന് ആലോചിച്ച് തീരെ പറ്റാത്ത സാധനമല്ലേ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ടെക്നോളജി അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ചുമ്മാ കാണിക്കുക എന്നതിനേക്കാൾ ഉപരി എന്താണ്, ശരിക്കും നിങ്ങൾ റിയൽ ക്ലാസ് റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ് ടീച്ചേഴ്സിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിലിരിക്കുക, പഠിക്കുക. അതിനുശേഷം ഹോസ്റ്റലിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് നമ്മൾ അഡാപ്റ്റിൻ്റെ സഹായത്തോടു കൂടി. ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ സോൾവ് ചെയ്യുന്ന 2 പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്നുണ്ടാവും. ഒന്നാമത്, ഏതൊക്കെ ചാപ്റ്ററാണ് ഞാൻ സ്ട്രോങ്, ഒരു ചാപ്റ്ററിൽ തന്നെ ഏത് ടോപ്പിക്കാണ് എൻ്റെ വീക്ക്നെസ് എന്നുള്ളത് പലപ്പോഴും നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു പോകുന്നതാണ്, ഇതൊന്നും ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾ എന്തായിരിക്കും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടാവും, മറ്റേ സൈഡിൽ അതിങ്ങനെ മറന്നു പോകുന്നുണ്ടാവും അല്ലേ. പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷൻ സൈക്കിൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പല ചാപ്റ്ററുകളും നിങ്ങൾ നന്നായി പഠിച്ചതാണെങ്കിലും പരീക്ഷയുടെ തൊട്ടടുത്തെത്തുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത്. ഈ 2 പ്രശ്നങ്ങളും എന്താണ്, ഒരു എൻട്രൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 പ്രശ്നങ്ങളും എന്താണ്, കൃത്യമായിട്ട് നമ്മൾ അഡാപ്റ്റ് സോൾവ് ചെയ്യും. നിങ്ങൾ ഓരോ പ്രോബ്ലം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോ ടോപ്പിക്കിലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സിസ്റ്റം മെഷർ ചെയ്യുന്നുണ്ട്. എൻ്റെ അവസാനം എന്താണ്, ഡിസംബറിൽ നമ്മളെ പോർഷൻസ് ഒക്കെ കഴിയുമ്പോൾ അവർ പറയും മോനെ അജാസെ നീ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സ് പെർഫെക്റ്റ് ആണ്, പക്ഷേ സെക്കൻഡ് ചാപ്റ്ററിൽ എന്തുണ്ട് റിലേറ്റീവ് മോഷൻ നിനക്ക് കുറച്ച് പ്രശ്നമുണ്ട്, നീ അത് സോർട്ട് ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പം അത് മറക്കാതിരിക്കാൻ മറ്റൊരു സൈഡിൽ നിന്ന് നമ്മൾ റിവിഷൻ എഞ്ചിൻ ഡെയിലി 1/2 മണിക്കൂർ നിങ്ങൾക്ക് പഠിച്ച ടോപ്പിക്ക് റിവൈസ് ചെയ്യാൻ തരും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു കുട്ടി, മുമ്പ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതൊക്കെ എന്താണ് ട്രാക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഒരൊറ്റ അഡാപ്റ്റ് എന്നുള്ള സിസ്റ്റം ഡെഫിനറ്റ്ലി എന്താണ് കുട്ടികൾക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ആൻഡ് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിംഗ്, ഇത് 3ഉമായിരിക്കും ആദ്യത്തെ വർഷം തന്നെ ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് ഏത് സെൻറ്ററിനാണ് ആദ്യത്തെ വർഷം ഇത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും നേരം നിങ്ങൾ എന്തിനു കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നീറ്റോ JEE ആസ്പിരൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കണം. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ പാരൻസ് ആ റിസ്കിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എജ്യൂപോർട്ടിൻ്റെ കൂടെ നിങ്ങൾ നീറ്റും JEEയും സ്വപ്നം കണ്ടിട്ട് ഞങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ റിപ്പീറ്റർ ബാച്ചിലോ റിപ്പീറ്റർ ക്യാമ്പസിലോ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു JEE ആസ്പയറൻ്റ് ആണെങ്കിൽ മിനിമം 5% എന്തായിരിക്കും നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഈ 3 മാജിക്കൽ എലമെന്റ് കാരണം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ മിനിമം ഒരു 50 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അതായത് മറ്റൊരു സെൻറ്ററിൽ നിങ്ങൾക്ക് 650 മാർക്കാണ് നീറ്റിന് കിട്ടുന്നതെങ്കിൽ എജ്യൂപോർട്ടിൽ പഠിച്ചെന്ന ഒറ്റ കാരണം നിങ്ങൾക്ക് അത് 700ലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നീറ്റും JEEയും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ 5%യിലും അല്ലെങ്കിൽ 50 മാർക്കുമായിരിക്കും നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. സോ ഉറപ്പായിട്ടും 2000 സീറ്റിന് വേണ്ടി 50,000-ഓളം ആൾക്കാർ മത്സരിക്കുമ്പോൾ ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എജ്യൂപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കും റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. സോ ഈ വർഷം തന്നെ നമുക്ക് നേരിട്ട് കാണാം, ഒരുമിച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാം. ബൈ.